സിദ്ദിഖിനെതിരായിട്ട് രേവതി സമ്പത്തിന്റെ തുറന്നു പറച്ചില് സിനിമാ രംഗം ആകെ പിടിച്ചു കുലുക്കപ്പെട്ടു. സിദ്ദിഖ് 1-2 മാസമായുള്ളൂ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ട്. ഇപ്പം രാജിവെക്കേണ്ട ഗതിയുണ്ട്. അമ്മയുടെ ഭാരവാഹി, പ്രത്യേകിച്ച് മലയാള സിനിമയിലെ നല്ല ഉന്നതനായ നടനായ സിദ്ദിഖ് രേവതി സമ്പത്ത് എന്ന പെൺകുട്ടിയെ, മൈനർ ആണോ ഇല്ലയോ സംശയം എങ്കിലും, ആ പെൺകുട്ടിയെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി അവിടെ വെച്ച് റേപ്പ് ചെയ്തു എന്നാണ് ഇപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മലയാള സിനിമാ രംഗത്തുള്ള അമ്മയുടെ പ്രവർത്തകരായ എല്ലാവർക്കും എതിരായിട്ട്, മിക്കവാറുമുള്ള ലീഡിങ് ആക്ടേഴ്സിനെതിരായി റേപ്പ് കേസുകളും പീഡനങ്ങളും ലൈംഗിക ആരോപണങ്ങളും വന്നു കഴിഞ്ഞു. അമ്മ പിരിച്ചുവിടുന്നതായിരിക്കും ഉത്തമമെന്ന് ഞാൻ കരുതുന്നു. കാരണം അതിന് നിലനിൽപ്പില്ല മലയാളത്തില്. മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ രാഷ്ട്രീയ പാർട്ടികൾ ചാക്കിട്ട് അവരെ MLA-മാരാക്കുന്നത് നമ്മൾ കാണാം, അവരെ മന്ത്രിയാക്കുന്നതൊക്കെ നമുക്ക് കാണാം. രാഷ്ട്രീയക്കാർ തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയത്തിലേക്ക് മുന്നിൽ വരട്ടെ. അത് സിനിമാക്കാരെ കൊണ്ട് ഇടയ്ക്ക് തിരികെ വയ്ക്കേണ്ട. വോട്ട് പിടിക്കാനും ഒരു പാർട്ടിക്ക് ഒരു MLA കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ദൂഷ്യം ചെയ്യും. ഇപ്പം നമ്മൾ കണ്ടല്ലോ, സിനിമാ രംഗം അത് ഏത് രാഷ്ട്രീയക്കാർ കൺട്രോൾ ചെയ്താലും അതിനകത്ത് ലൈംഗിക അതിക്രമവും സെക്ഷൽ അബ്യൂസും അതങ്ങ് അവിടെ പിന്നാമ്പുറത്തെ കാഴ്ചയാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ രാഷ്ട്രീയക്കാർക്ക് കഴിയില്ല. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയില് അവര് സിനിമാ രംഗത്തുള്ളവരെ കൊണ്ടുപോയി MP MLA ആക്കരുത്, മന്ത്രി ആക്കരുത്. അവർക്ക് രാഷ്ട്രീയക്കാരുടെ അവരുടെ സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കരുത്. കേരളത്തിൽ നമ്മളത് പഠിക്കണം. ഇവിടെ ഒരു മന്ത്രിക്കെതിരായിട്ട് വളരെ ആക്ഷേപം ഉണ്ട്. 2 മന്ത്രിസഭയില് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും മാറി മാറി മന്ത്രിയായ വ്യക്തിയുണ്ട്. അതോടൊപ്പം തന്നെ നടന്മാര് പലരും MLA-മാരാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയും സിനിമാക്കാരെ കൊണ്ടുവന്ന് വോട്ട് പിടിക്കാൻ നടക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ തന്നെ ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയ പേരിൽ ആരോപണം വന്നു. ആ സ്ഥാനത്തേക്ക് വീണ്ടും ബാബുരാജ് പോലുള്ള നടന്മാര് ആ സ്ഥാനത്തേക്ക് എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പം ബാബുരാജിനെതിരായിട്ട് ആരോപണം വന്നു. അതൊക്കെ യഥാർത്ഥത്തിൽ നടന്ന സംഭവം തന്നെയാണെന്ന് നമുക്ക് ആ കുട്ടികളുടെ കൺഫെഷണൽ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതോടൊപ്പം തന്നെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാല് ഇനി വന്നാൽ, ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയാൽ മോഹൻലാലിനെതിരായിട്ട് ശക്തമായ ആരോപണങ്ങൾ വരും. അതിന് യാതൊരു സംശയമില്ല. അമ്മയുടെ ഭാരവാഹിത്വം ആര് വഹിച്ചാലും ശരി, അവരെയൊക്കെ എതിരായിട്ട് തീർച്ചയായിട്ടും യഥാർത്ഥമായ പല കഥകളും ലൈംഗികമായ പല ആക്ഷേപങ്ങളും ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോ അത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അവിടെ രഹസ്യമായി മൊഴി കൊടുക്കാനും ആരോപണം പറയാനും, അത് വേദനയോടെ ഇത്ര നാളും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത് അവിടെ പോയി ഏമ കമ്മീഷൻ മുമ്പാകെ ഉള്ളു തുറന്ന് പറയാനും, തങ്ങളുടെ സങ്കടം, വർഷങ്ങളായി മനസ്സിൽ കെട്ടിക്കിടക്കുന്ന സങ്കടങ്ങൾ അവരുടെ മുമ്പിൽ പറയാനും, അവരുടെ മുമ്പിൽ വിലപിക്കാനും കരയാനും ഒക്കെ സാധിച്ചു. അവർക്കൊരു റിലീഫ് കിട്ടിയിട്ടുണ്ട്. മലയാള സിനിമയിലെ 15 പേരുടെ പവർ ഗെയിം അല്ലെങ്കിൽ പവർ അവരുടെ 15 പേരുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ പവർഫുള്ളായ 15 പേര് ആണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നത്. അവർക്കെതിരായിട്ട് ആരെങ്കിലും ഒരു ആരോപണം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലൊരു സംഭവങ്ങൾ അവർക്കെതിരായിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ
അത് നമുക്കറിയാം. അതിജീവിതയുടെ അനുഭവം, ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചതിന്റെ അനുഭവം നമ്മൾ കണ്ടു. അതോടുകൂടി മലയാള സിനിമയിൽ ആരും തന്നെ നടന്മാർക്കെതിരായിട്ട് ഒരു ആരോപണം അല്ലെ നടന്മാർക്കെതിരായിട്ട് അവർക്ക് കിട്ടിയ അനുഭവം പറയാൻ അവർ മടിച്ചു. അവർ പഠിക്കുക, അത് ഒരു സ്ഥലത്തും അവരുടെ കുടുംബത്തെ പോലും പറയാൻ മടിച്ചു. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചില നടന്മാരൊക്കെ വീമ്പിളക്കുന്ന കണ്ടു. നേരത്തെ പറയാൻ കഴിയില്ല. നേരത്തെ പറയാൻ പറഞ്ഞവരുടെ അനുഭവം നമ്മൾ കണ്ടല്ലോ. കാറെ തട്ടിക്കൊണ്ടുപോയി സെക്ഷുവലായ അബ്യൂസ് അവരെയൊക്കെ ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി അവര് ആത്മഹത്യയുടെ വക്കിലേക്ക് വന്നു. അതിന് ധൈര്യം കൊടുത്തത് പി.ടി. തോമസ് ആണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ധൈര്യം കൊടുത്തപ്പോൾ അദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അങ്ങനെ പോലീസ് രംഗത്ത് വന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് 6-7 വർഷം കൊണ്ട് നമ്മൾ അതിന്റെ പ്രോഗ്രസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപിന് ഇപ്പം സന്തോഷം ഉണ്ടാവും. താൻ ചെയ്ത പോലത്തെയുള്ള പ്രവൃത്തികൾ ചെയ്ത മഹാനടന്മാരെല്ലാവരും ഇപ്പോഴും എങ്ങും തൊടാതെ ഇരിക്കുന്നു എന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം അവരുടെ എല്ലാവരുടെയും തനി നിറം വെളിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി അമ്മയുടെ ഭാരവാഹിത്വം വഹിക്കാൻ ആരും വരില്ല. ഹിസ്റ്ററി ഉള്ളവരാരും പ്രസിഡന്റും സെക്രട്ടറി ആകാനും വരില്ല. അതുകൊണ്ട് അമ്മ പിരിച്ചുവിടണം. അവര് കൊടുക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു, അത് അവർ കൊടുക്കുന്ന ആ പെൻഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കണം. ഇവിടെ സിനിമയിലെ മേഖലയിലെ ഒരു സംഘടന മതി വേണമെങ്കിൽ, അമ്മയും WCC എല്ലാം കൂടെ ചേർന്ന് ഒരു സംഘടന മതി. അവിടെ ഈക്വൽ പ്രാതിനിധ്യം വനിതകൾക്ക് അല്ലെ നടികൾക്ക് കൊടുക്കണം. കീ പോസ്റ്റിൽ അവരുണ്ടാവണം. മലയാള സിനിമയുടെ മേൽമയ്ക്ക് അതാണ് നല്ലത്. ഇങ്ങനെ പവർ ഗെയിം കളിക്കാൻ കഴിവുള്ള, സാമ്പത്തിക ശക്തിയുള്ള, മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന കുറെ വ്യക്തികൾ നടത്തുന്ന അമ്മ എന്ന സംഘടനയെ നമുക്ക് അതിനെ പൊളിച്ചെടുക്കണം. തീർച്ചയായിട്ടും ആ സംഘടന ഇവിടെ ആവശ്യമില്ല. ആ സംഘടനയെ പ്രവർത്തിക്കാൻ ആരും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഇമേജുകളെല്ലാം, യഥാർത്ഥ മുഖങ്ങളെല്ലാം വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ രേവതി സമ്പത്തിനെതിരെ തന്നെ കുരുക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥയാണ് എന്ന് പറഞ്ഞ് സിദ്ദിഖ് രംഗത്ത് വന്നിട്ടുണ്ട്. രേവതി സമ്പത്ത് അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ പുറകില് കേരളത്തിലെ ജനങ്ങളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്. സിനിമയിലെ ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കാത്തവർ വളരെയധികം ആൾക്കാരുണ്ട്. അവരെല്ലാം നിങ്ങളുടെ പിന്നിലുണ്ട്. സിദ്ദിഖ് അപ്രകാരം പരാതി കൊടുക്കുന്ന ഒരാൾക്കെതിരായിട്ട് കളവായിട്ട് കേസ് കൊടുത്താൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ അടുത്ത കേസ് പോലീസ് എടുക്കണം. കാരണം പരാതിപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്. അവർ ഭയപ്പെട്ട് ഇത്ര നാളത് പറഞ്ഞില്ല. അവസരം കിട്ടിയപ്പോൾ അവരത് പറഞ്ഞു. അതിനെന്താണ് തെറ്റ്? ആ കേസ് എടുക്കട്ടെ, അന്വേഷിക്കട്ടെ, യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. അതിനെതിരായി, പരാതിപ്പെടുന്നവർക്കെതിരായി പരാതി കൊടുക്കുന്നത് മലീഷ്യസ് പ്രോസിക്യൂഷൻ ആണ് എന്ന് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങളിൽ ഇനി പലതും വരും. അതിന്റെ വഴിക്ക് വിട്. പോലീസിന്റെ ജോലി നോക്കും. ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവർ മുന്നോട്ട് വരും. കുറ്റക്കാർക്കെതിരായിട്ട് കുറ്റച്ചാർജ് കൊടുക്കും. അവർ നിയമപരമായി അത് നേരിട്ട് രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് വേണം കരുതാൻ. അല്ലാതെ പരാതി കൊടുക്കുന്നവരെ ദിലീപ് കാണിച്ച രീതിയിലുള്ള ഒരു പ്രവൃത്തി തന്നെയായിട്ടാണ് എനിക്ക് ഇപ്പോൾ സിദ്ദിഖിന്റെ നീക്കം മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത് വളരെ മാരകമാകും. കേസെടുത്തതിന് ശേഷം മലീഷ്യസ് പ്രോസിക്യൂഷൻ ആണ് ശ്രമിക്കുന്നത് എന്ന് പറയാറായിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ അത് കണ്ടെത്തട്ടെ. സത്യം കണ്ടെത്തി പോലീസ് കുറ്റച്ചാർജ് കൊടുക്കാതെ റെഫർ ചെയ്യുമ്പം നിങ്ങൾക്കെതിരായ ഒരു അജണ്ട ആയിരുന്നു ഇതെന്ന് പറഞ്ഞാൽ അത് സത്യം ഉണ്ടാവും. അതുകൊണ്ട് ആ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് നല്ലതല്ല. അതിനെതിരായിട്ടും അതൊരു ഇന്റിമിഡേഷനാണ്, അതൊരു ഭീഷണിയാണ്. അതിനെതിരായിട്ട് നടപടിയെടുക്കാൻ രേവതി സമ്പത്തും അവരെ സഹായിക്കുന്നവരും തയ്യാറാകണം. കാരണം ആ രീതിയിലുള്ള വരട്ടൊന്നും ഇനി നടക്കില്ല മലയാള സിനിമയിൽ. കാരണം ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ഫൈൻഡിംഗ് ആണ് ഇപ്പം വെളിയിൽ വന്നിരിക്കുന്നത്. അത് ഹൈക്കോടതി ആ കമ്മിറ്റിയുടെ മുഴുവൻ റിപ്പോർട്ടും, അൺസെൻസേർഡ് റിപ്പോർട്ട് ഹൈക്കോടതി നോക്കുകയാണ്. 10-ാം തീയതി ഹൈക്കോടതിയുടെ തീരുമാനം പറയും. ഇവിടെ നിരവധി കേസുകൾ ഇപ്പം FIR എടുക്കും. പോലീസിന്റെ വഴിക്ക് പോട്ടെ. സത്യം പോലീസ് കണ്ടെത്തണം വരെ സിനിമാ നടന്മാര് അടങ്ങിയിരിക്കുക എന്നതാണ് സ്വീകരിക്കേണ്ട അവര് തത്വം.
അതുകൊണ്ട് മലയാള സിനിമയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അവർ ഉദ്ദേശിക്കുന്നെങ്കിൽ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടട്ടെ, കുറ്റം ചെയ്തവർക്കെതിരായിട്ട് പോലീസ് നടപടിയെടുക്കട്ടെ, മലയാള സിനിമയിൽ പുതിയ താരങ്ങൾ വരട്ടെ, മലയാള സിനിമ പുതിയ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും വരട്ടെ. മലയാള സിനിമ ഒന്നിനൊന്നും മെച്ചപ്പെട്ടു വരുന്നതാണ് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത്.